That's how it goes when you Hollywood perfect. Hollywood perfect. That's how it goes when you Hollywood perfect. Hi friends, it's me Athan Kumar. Welcome back to my channel A4 Tech Media. Friends, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് Impex എന്ന കമ്പനിയുടെ മൈക്രോ പ്ലസ് എന്ന ഹോം തിയേറ്റർ അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ചെയ്യാനാണ്. 2.1 ഹോം തിയേറ്റർ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുക. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ടൈപ്പ് ഒരു ബോക്സിലാണ് നമ്മൾക്ക് ഈ ഒരു ഹോം തിയേറ്റർ കിട്ടുന്നത്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഒരു കവർ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ റിമോട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യൂസർ മാനുവലാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ അത് വായിച്ച് നോക്കാം. അതുപോലെ ഇതിനകത്ത് വേറൊരു സാധനം എന്ന് പറയുന്നതും കേബിളാണ്. ഇത് നമ്മൾ ഓക്സ് കേബിളാണ്. ഓക്കെ, ഓക്സ് കേബിളാണ് ഇതിനൊപ്പം ലഭിക്കുന്നത്. പിന്നെ ഒരു റിമോട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു റിമോട്ട് ഇതിനൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ആൻറ്റിന, നമുക്ക് FM കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റിനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആൻറ്റിന കേബിളാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് FM ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി കിടക്കുന്ന നമ്മളുടെ സബ് വൂഫറും പിന്നെ അതിനൊപ്പം സ്പീക്കേഴ്സാണ്. അപ്പോൾ നമുക്ക് പെട്ടിന്നങ്ങ് പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മൾ തന്നെ അൺബോക്സിങ് വീഡിയോന് വേണ്ടിയിട്ട് കൊണ്ട് ഫുള്ള് ടൈറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതങ്ങ് പുറത്തേക്ക് എടുക്കാം. He's why I choose you. You're the one who can make me happy. അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം ഇത് പുറത്തേക്ക് എടുത്തു നോക്കി. ഇത് നമ്മൾ തന്നെ പാക്ക് ചെയ്തുകൊണ്ട് ഒരു അൺബോക്സിങ് വീഡിയോന് വേണ്ടി പാക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ടൈറ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് തെർമോകളുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സബ് വൂഫറും അതേപോലെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സബ് വൂഫർ എന്ന് പറയുന്നത്. ഇതൊരു ചെറിയൊരു സബ് വൂഫറാണ്. അപ്പോൾ അതിനൊത്തുള്ള പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. അപ്പോൾ ഇത് ചെറിയൊരു സബ് വൂഫറാണ്. പിന്നെ ഇതിനൊപ്പം നമുക്ക് സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. 2 സ്പീക്കറാണ്. ഇത് 2.1 ഓഡിയോ സിസ്റ്റമാണ് ഇത്. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് സ്പീക്കർ ലഭിക്കുന്നുണ്ട്. സ്പീക്കറും കാര്യങ്ങളും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. സബ് വൂഫറിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് നമുക്ക് ഈ ഒരു ബോക്സിനൊപ്പം ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇൻപെക്സ് എന്ന് ഇവിടെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്പീക്കറും അത്യാവശ്യം നല്ലൊരു സ്പീക്കറാണ്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു നമുക്ക് ഹുക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബോക്സിനൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ സ്ക്രൂ സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ സംഭവം അടിപൊളിയാണ്. പിന്നെ ഇത് നമ്മുടെ കേബിളാണ്. ഇത് നമ്മുടെ സബ് വൂഫറിൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു 2 സ്പീക്കർ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ സബ് വൂഫർ അങ്ങ് എടുത്തു നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ സബ് വൂഫർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സ്പീക്കർ ഉള്ളത്. പിന്നെ ഈ സൈഡിൽ ഇൻപെക്സ് മൈക്രോ പ്ലസ് എന്ന് ഈ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു മോഡൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബ് വൂഫറിന് ഈ ഒരു റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹോളാണ് കൊടുത്തിരുന്നത്. അതായത് ഇവിടെ നിന്നാണ് നമുക്ക് സൗണ്ട് അടിക്കുന്നത്, ബേസ് അടിക്കുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഓക്സും പിന്നെ USB 2 സംഭവങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വിച്ച് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയൊരു LED ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡിസ്പ്ലേ പിന്നെ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, പിന്നെ ഈ ഫ്രണ്ടിൽ കാര്യമായിട്ടൊന്നുമില്ല, ഈ സൈഡും കാര്യമായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിലാണ് കുറേ സംഭവങ്ങളുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് FM കണക്ട് ചെയ്യാനുള്ള ഒരു ആൻറ്റിന ഉണ്ട്. അതുപോലെ തന്നെ 2 ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, നമ്മളുടെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ബാസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നോബാണ്. പിന്നെ ഇത് ഓഡിയോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെയാണ് പവർ ഓണും പവർ ഓഫ് സ്വിച്ച് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയും കൺട്രോൾ ചെയ്യാം. അതുകൂടെ നമുക്ക് റിമോട്ട് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സ്പീക്കർ, ഈ ഒരു സബ് വൂഫർ എന്ന് പറയുന്നത് ചെറിയൊരു റൂമിലേക്കുള്ള ഒരു സബ് വൂഫറാണ്. നമ്മളിപ്പോൾ ചെറിയൊരു സാധാരണ റൂമിനടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു അടി ഉണ്ടാവും. പക്ഷെ ഇത് വലിയൊരു ഹോളിന് അവിടെ നമ്മൾ വെക്കുകയാണെങ്കിൽ അത്ര ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, കാരണം ഇതൊരു ചെറുതാണ്. അപ്പോൾ അതിനൊത്തുള്ള ഒരു സൗണ്ട് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനൊപ്പം ബേസ് നമ്മളൊക്കെ അത്ര തന്നെ ഒരു മീഡിയം ബേസാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന നമ്മളുടെ ഓക്സ് എന്ന് പറയുന്നത്, ഈ മുകളിൽ വരുന്ന ഓക്സ് എന്ന് പറയുന്നത്
നമുക്ക് ഡയറക്റ്റ് ടി വിയിലേക്ക് ഇതിനൊപ്പം കിട്ടുന്ന ഓക്സ് കേബിൾ വെച്ച് നമുക്ക് ടി വിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു പിന്ന് മേടിച്ചിട്ട് ടി വിനൊപ്പം നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് ഫുള്ള് കണക്ട് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് സംഭവം എങ്ങനെയുണ്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. 2 ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് 2 ഹോളിലേക്ക് 2 സ്പീക്കറിൻ്റെ പിന്നങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഇത് വർക്ക് ചെയ്യാനുള്ളത്. ഇതങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാം, ബേസ് സംഭവമെല്ലാം കൺട്രോൾ ചെയ്യാം. ഞാൻ സ്വിച്ച് ഇട്ടിട്ട്. ഓക്കെ, സ്വിച്ച് ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തും, ഇങ്ങനെ കത്തും. ഓക്കെ, നിങ്ങൾ ഏത് മീഡിയയാണ് സെലക്ട് ചെയ്യുന്നത്, അതായത് ബ്ലൂടൂത്ത് ആണോ, പിന്നെ ഇതിന് ബ്ലൂടൂത്ത് സംഭവമെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ട് ബൈ ഇൻപുട്ട് എന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിങ്ങനെ വരുന്നതാണ്. ഓക്കെ, USB ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവുന്നതാണ്. ഇനി നമ്മൾ ഈ 2 സ്പീക്കർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. സൗണ്ട് കൂട്ടി നോക്കാം. ഓക്കെ, കോപ്പിറൈറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ സൗണ്ട് എടുക്കും. ഓക്കെ, ഓരോ സൗണ്ട് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. സൗണ്ടാണ്. പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ചെറിയൊരു റൂമിലേക്കുള്ള ഒരു ഹോം തിയേറ്ററാണ്. അത് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഈ ടൈപ്പുള്ള ചെറിയൊരു സബ് വൂഫർ ഉള്ള ഹോം തിയേറ്റർ എടുക്കുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ റൂം എത്രത്തോളം വലുപ്പമുണ്ടാവും. അപ്പോൾ അതിന് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അതിന് ബാസ് എഫക്റ്റ് കൂടും. അപ്പോൾ വലിയൊരു റൂമിലേക്കാണെങ്കിൽ വലിയൊരു സംഭവം എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3000 ആണ്. ഓക്കെ, അപ്പോൾ അത്ര തന്നെയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഓരോ കടയിൽ നിന്ന് ചോദിച്ചു വെക്കാം. അപ്പോൾ ഇത് എത്രയാണെന്ന് എനിക്കറിയാലോ. ഓക്കെ, ഞാൻ കൊടുക്കുമ്പോൾ 3000 ആണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചേക്ക്, അതേപോലെ ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മിക്ക എല്ലാ ഷോപ്പിലും ഉണ്ടാവും ഈ ഒരു സംഭവം. അപ്പോൾ ഇതിനായിട്ട് നല്ലൊരു അടിപൊളി വീഡിയോസ് വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.